ജിത്തു മാധവൻ്റെ സ്ക്രിപ്റ്റിൽ ചിദംബരം ഡയറക്റ്റ് ചെയ്യുന്ന ചിത്രത്തിന് ബാലൻ എന്നാണ് ടൈറ്റിൽ ഇട്ടിരിക്കുന്നത്. ഫസ്റ്റ് ലുക്കും വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 22-ന് പൃഥ്വിരാജ് നോബഡി സിനിമയുടെ സെറ്റിലേക്ക് വീണ്ടും ജോയിൻ ചെയ്യും. മമ്മൂക്കയുടെ കളങ്കാവൽ സിനിമയുടെ പുതിയൊരു പോസ്റ്ററും കൂടി വന്നിട്ടുണ്ട്. സിനിമ ഉടനെ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. നിവിൻ പോളി, ബി ഉണ്ണികൃഷ്ണൻ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ വർഷം തന്നെ സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ടാവും. ഫാഫയുടെ ഓടും കുതിര ചാടും കുതിര എന്ന സിനിമയുടെ സ്റ്റോറി ഒരു കൊറിയൻ റൊമാൻറ്റിക് കോമഡി സിനിമകളുടെ സ്റ്റൈലിലാണ്. ഇതൊരു ആക്ഷേപഹാസ്യ രൂപത്തിൽ വുഡി അലൻ അല്ലെങ്കിൽ വെസ് ആൻഡേഴ്സൺ സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലായിരിക്കും അവതരിപ്പിക്കുക. വുഡി അലൻ്റെയും വെസ് ആൻഡേഴ്സൻ്റെയും വലിയ ഫാനായ അൽതാഫ് സലീമാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. ഇക്കാര്യങ്ങളൊക്കെ കല്യാണി പ്രിയദർശനാണ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. ഓഗസ്റ്റ് 29-ന് ഓണം റിലീസായി ഓടും കുതിര ചാടും കുതിര എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രത്തിൽ നായകനാവുന്നത് ജോർജ് ജോർജാണ്. സിനിമയുടെ ടൈറ്റിലും ഫസ്റ്റ് ലുക്കും വന്നിട്ടുണ്ട്. വരവ് എന്നാണ് സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത്. AK സാജനാണ് സിനിമയുടെ തിരക്കഥ. ഓൾഗ പ്രൊഡക്ഷൻസ് ആണ് സിനിമ നിർമ്മിക്കുന്നത്. തിങ്കളാഴ്ച നിശ്ചയം എന്ന സിനിമയുടെ ഡയറക്ടർ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അവിഹിതം. ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് E4 എൻ്റർടൈൻമെൻറ്റ്സ് ആണ്. E4 എൻ്റർടൈൻമെൻറ്റ്സ് നിർമ്മിക്കുന്ന ജിത്തു ജോസഫ് ആസിഫ് അലി ചിത്രമാണ് നിറയിച്ച്. ഈ ഒരു സിനിമയുടെ ടീസർ ഇപ്പോൾ വന്നിട്ടുണ്ട്. 27 വർഷങ്ങൾക്ക് ശേഷം സമ്മർ ഇൻ ബത്ലേഹ് എന്ന സിനിമ റിലീസിന് ഒരുങ്ങുന്നു. സിനിമയുടെ റിലീസ് ഡേറ്റ് ഉടനെ അനൗൺസ് ചെയ്യാം. സൂര്യ, ജിത്തു മാധവൻ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ പരിപാടികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ അണിയറ പ്രവർത്തകർക്കായി ഉടൻ തന്നെ സിനിമയുടെ സ്ക്രിപ്റ്റ് റീഡിംഗ് സെക്ഷൻ സംഘടിപ്പിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ വർഷം നവംബർ ഡിസംബർ മാസങ്ങളിൽ കേരളത്തിൽ സിനിമയുടെ ചിത്രീകരണം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. സിനിമയുടെ രണ്ടാമത്തെ ഷെഡ്യൂൾ 2026 ജനുവരിയിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കൂലി സിനിമയുടെ 4 ദിവസത്തെ കേരള എസ്റ്റിമേറ്റഡ് ഗ്രോസ് കളക്ഷൻ 21,20,00,000 കോംസ്കോർ പുറത്തുവിട്ട കണക്കിൽ കൂലി സിനിമയുടെ 4 ദിവസത്തെ വീക്കെൻഡ് എസ്റ്റിമേറ്റഡ് ഗ്ലോബൽ കളക്ഷൻ $45.33 മില്യൺ, അഥവാ 397 കോടി രൂപയാണ്. എന്തായാലും സിനിമയുടെ ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ 400 കോടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ സിനിമ ഫ്ലോപ്പ് ആവാനാണ് ചാൻസ് എന്നും പറയുന്നുണ്ട്. കേരളത്തിൽ ഓരോ ദിവസം കൂടുമ്പോഴും സിനിമയുടെ കളക്ഷൻ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യ ദിനം 9 കോടിയോളം രൂപ കേരളത്തിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ വന്ന കൂലി ഇപ്പോൾ 2 കോടി മറ്റുമാണ് കേരളത്തിൽ കളക്ഷൻ നേടുന്നത്. വടിവേലു ഫഹദ് ഫാസിൽ ചിത്രമായ മാരീസൺ OTT റിലീസിന് ഒരുങ്ങുന്നു. ഈ വരുന്ന 22-ാം തീയതിയാണ് സിനിമയുടെ OTT റിലീസ്. നെറ്റ്ഫ്ലിക്സിലൂടെയാണ് സിനിമ OTT റിലീസ് ചെയ്യുന്നത്.